ഇല്ല, അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇരുന്നോട്ടെ. അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത്, രണ്ടുപേരുടെയും, എൻ്റെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല. മലയാളത്തിലെ മികച്ച നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. സല്ലാപത്തിലൂടെ സിനിമാ കരിയർ ആരംഭിച്ച മഞ്ജു കരിയറിന്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ചിരുന്നു. മഞ്ജു വാര്യറിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിലെ ഭദ്ര എന്ന വേഷം. ദേശീയ അവാർഡിൽ മഞ്ജുവിന് പ്രത്യേക പരാമർശം നേടിക്കൊടുത്ത സിനിമ സംവിധാനം ചെയ്തത് TK രാജീവ് കുമാർ ആയിരുന്നു. സിനിമയിൽ മഞ്ജു കായലിലേക്ക് ചാടുന്ന ഒരു രംഗമുണ്ട്. ആ ഷോട്ടിനായി ഡ്യൂപ്പിനെ റെഡിയാക്കിയപ്പോൾ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി താൻ തന്നെ കായലിലേക്ക് ചാടാമെന്നും തനിക്ക് നീന്തൽ അറിയാമെന്നും പറഞ്ഞ് മഞ്ജു മുന്നോട്ട് വരികയായിരുന്നു. എന്നാൽ നീന്തൽ അറിയാമെന്ന് മഞ്ജു പറഞ്ഞത് കള്ളമാണെന്ന് താൻ മനസ്സിലാക്കിയത് പിന്നീടാണെന്നാണ് TK രാജീവ് കുമാർ ഇപ്പോൾ പറയുന്നത്. ചില മുൻകരുതലുകൾ എടുത്താണ് താൻ ആ രംഗം ഷൂട്ട് ചെയ്തതെന്നും വെള്ളത്തിലേക്ക് ചാടിയ മഞ്ജു കുറച്ചു നേരത്തേക്ക് പൊങ്ങി വന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ ലൈറ്റ് ബോയ്സ് മഞ്ജുവിനെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചെന്നും അപ്പോഴാണ് നീന്തൽ അറിയാത്ത കാര്യം മഞ്ജു പറഞ്ഞതെന്നും TK രാജീവ് കൂട്ടിച്ചേർക്കുകയാണ്. ഞാൻ ചെയ്തത് സംവിധായകൻ എന്നോട് നിർദ്ദേശിക്കുന്നത് അതേപോലെ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു ജോലി മാത്രമേ ഞാൻ അതിൽ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ എന്താ പറയുക, വിശദവശങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല. അതിനുള്ള ധൈര്യം എനിക്ക് കിട്ടിയിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹവും പ്രേക്ഷകരുടെ ആ ഒരു സ്നേഹം, അതിനൊക്കെ തിരിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ അതെന്തുകൊണ്ടായിരിക്കും എന്നുള്ളതിനുള്ളൊരു ജഡ്ജ്മെൻ്റ് ഒന്നും എനിക്കില്ല. കായലിന് നല്ല ആഴവും അടിയൊഴുക്കും ഉള്ളതിനാൽ ആ രംഗം ഡ്യൂപ്പിനെ വെച്ചെടുക്കാമെന്ന് തങ്ങൾ തീരുമാനിച്ചു. മഞ്ജുവിൻ്റെ അതേ കോസ്റ്റ്യൂമിലുള്ള ഡ്യൂപ്പിനെ റെഡിയാക്കി നിർത്തുകയും ചെയ്തു. ഷൂട്ടിനായി മഞ്ജു വരുമ്പോൾ ആദ്യം കണ്ടത് ഈ ഡ്യൂപ്പിനെയാണ്. അവരെ കണ്ട് മഞ്ജുവിൻ്റെ മുഖം മാറി. മഞ്ജു നേരെ വന്ന് എന്നോട് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു, രാജുവേട്ടാ, എൻ്റെ വേഷവും ധരിച്ച് ആരാ അവിടെ നിൽക്കുന്നത്? കായലിൽ അടിയൊഴുക്കുള്ളത് കൊണ്ട് ഡ്യൂപ്പിനെ റെഡിയാക്കിയതാണെന്ന് താൻ പറഞ്ഞു. ഡ്യൂപ്പിൻ്റെ ആവശ്യമില്ല, ഞാൻ ചാടിക്കോളാം എന്നായി മഞ്ജു. നീന്തൽ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയാമെന്നും കായലിലേക്ക് ചാടാമെന്നും പറഞ്ഞ് മഞ്ജു കുട്ടികളെപ്പോലെ വാശി പിടിച്ചു. സംവിധായകൻ എന്ന നിലയിൽ താൻ ചില മുൻകരുതലുകൾ എടുത്തു. ലൈറ്റ് ബോയ്സിൽ നീന്തൽ അറിയാവുന്ന ചിലരോട് ഷോട്ട് വരുമ്പോൾ കായലിലേക്ക് ഇറങ്ങി മുങ്ങാംകുഴിയിട്ട് നിൽക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. തനിക്ക് എല്ലാത്തിനേക്കാളും ഉപരി മഞ്ജുവിൻ്റെ സുരക്ഷയായിരുന്നു പ്രധാനമെന്നും രാജീവ് കുമാർ പറഞ്ഞു വെക്കുകയാണ്. താൻ ആക്ഷൻ പറഞ്ഞതും യാതൊരു കൂസലുമില്ലാതെ മഞ്ജു കായലിലേക്ക് എടുത്തു ചാടി. കുറച്ചു സമയത്തേക്ക് മഞ്ജു പൊങ്ങി വന്നില്ല. പിന്നീട് കാണുന്നത് മുങ്ങിക്കിടന്നിരുന്ന 6-7 ലൈറ്റ് ബോയ്സ് മഞ്ജുവിനെ പിടിച്ച് കരയിലേക്ക് കൊണ്ടുവരുന്നതാണ്. സത്യത്തിൽ മഞ്ജുവിന് നീന്തൽ അറിയില്ലായിരുന്നു. ലൈറ്റ് ബോയ്സിനെ മുൻകൂട്ടി നിർത്തിയത് കൊണ്ട് മാത്രമാണ് അന്ന് മഞ്ജു വാര്യരെ തിരിച്ചു കിട്ടിയത്. മഞ്ജുവിനോട് എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും തന്നെ രക്ഷിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്ന് ചിരിച്ചുകൊണ്ടവർ മറുപടി നൽകി. അത്രമാത്രം തൻ്റെ കഥാപാത്രത്തെ സ്നേഹിക്കുന്ന ഒരു അഭിനേത്രിക്ക് മാത്രമേ ജീവൻ പോലും കാര്യമാക്കാതെയുള്ള ഇത്തരത്തിലുള്ള റിസ്കുകൾ അഭിനയത്തിനായി എടുക്കാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു വെക്കുകയാണ് ഈ സംവിധായകൻ. വേണമെങ്കിൽ ഡ്യൂപ്പിനെ വെച്ച് ചെയ്യാം, പക്ഷേ അത് തൻ്റെ കഥാപാത്രത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കി ആ പ്രായത്തിൽ തന്നെ എന്ത് റിസ്ക്കും ഏറ്റെടുക്കുവാനുള്ള മഞ്ജുവിൻ്റെ ആ കഴിവിനെ നമിക്കാതെ വയ്യ എന്നാണ് TK രാജീവ് കുമാർ പറയുന്നത്. എനിക്ക് ഒരിക്കലും അങ്ങനൊരു കൃത്യമായിട്ടുള്ളൊരു ലക്ഷ്യമോ അങ്ങനെ ഒരു സ്വപ്നമോ അതിനനുസരിച്ച് ജീവിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. എപ്പോഴും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വരുന്ന ട്വിസ്റ്റ് എന്താണെന്ന് നോക്കിയിരിക്കാം. അല്ലാതെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് അത് മാത്രം മുന്നിൽ കണ്ട് അങ്ങനെ ജീവിക്കുക എന്നുള്ളത് അല്ല ഞാൻ ചെയ്യാറ്. അങ്ങനെയല്ല. ന്യൂസ് ഡെസ്ക് 24 ന്യൂസ് മലയാളം.